നമസ്കാരം. ഡിവൈൻ ഡിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്ന വിളർപ്പിറ പഞ്ചമിതിഥി എന്നാൽ മാർച്ച് 4-ാം തീയതി ചൊവ്വാഴ്ചയാണ്. മാർച്ച് 3-ാം തീയതി തിങ്കളാഴ്ച രാത്രി 7 മണിയോടുകൂടി പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. തുടർച്ചയായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇൻഫർമേഷൻസ് എല്ലാം അറിയാം. എന്നാൽ പുതുതായി കാണുന്നവർക്ക് അത് അറിയില്ല. അവർക്കായിട്ട് ഞാൻ പറയാം. നിങ്ങളുടെ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ എവിടെ നിന്നാണ് എന്നുള്ളതിൻ്റെ സ്ഥലപ്പേര് വ്യക്തമായിട്ട് സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ടൈപ്പ് ചെയ്തിടുക. അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജായിട്ട് ഇട്ടോളുക. ആസ് യൂഷ്വൽ സ്ഥിരമായി നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാ പ്രൊസീജിയേഴ്സും അറിയാം. പുതുതായി കാണുന്നവർക്ക് എന്താണ് എന്ന് അറിയില്ല വെച്ചാൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഇത് സംബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും കിട്ടുന്നതാണ്. എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. ആവശ്യമെന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. ഓം നമഃ ശിവായ. ഇന്ന് മഹാശിവരാത്രി. ശിവരാത്രി എന്നാൽ ഉറക്കമൊഴിച്ചിരിക്കുന്ന രാത്രി എന്നാണല്ലോ. അതായത് ശിവഭഗവാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറക്കമൊഴിച്ചിരിക്കുന്ന രാത്രി. ഭഗവാന്റെ കീർത്തനങ്ങൾ പാടിയും പാട്ടുകൾ പാടിയും പുലർച്ചെയാകുന്ന രാത്രി. അപ്പോൾ ഈ രാത്രിയിൽ ഒരു പ്രത്യേകതയുണ്ട്. ശിവരാത്രിക്ക് സാധാരണ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാറുണ്ടല്ലോ. ഭഗവാന്റെ 4 മൂർത്തിക്കാണ് പൂജ ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്നത് ഈശാനമൂർത്തിക്കാണ്. ഈശാനമൂർത്തിക്ക് 1-ാം യാമത്തിലാണ് പൂജ ചെയ്യുക. അത് പാല് കൊണ്ടാണ് അഭിഷേകം ചെയ്ത് ഈശാനമൂർത്തിയെ പ്രീതിപ്പെടുത്തുക. 2-ാം യാമത്തിൽ അഹൗരമൂർത്തിക്കാണ് പൂജ ചെയ്യുന്നത്. അത് തൈര് കൊണ്ടാണ് അഭിഷേകം ചെയ്യുന്നത്. 3-ാം യാമത്തിൽ വാമദേവമൂർത്തിക്കാണ് പൂജ ചെയ്യുന്നത്. 3-ാം യാമത്തിൽ നെയ്യ് കൊണ്ടാണ് അഭിഷേകം ചെയ്ത് വാമദേവമൂർത്തിയെ പ്രീതിപ്പെടുത്തുന്നത്. അവസാനം 4-ാം യാമത്തിൽ സത്യോദാചമൂർത്തിക്കാണ് പൂജ ചെയ്യുന്നത്. അത് തൈര് കൊണ്ട് അഭിഷേകം ചെയ്തിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെയാണ് അത്രേ പൂജാതി ചടങ്ങുകൾ. ഇന്നത്തെ വീഡിയോയിൽ മന്ത്രമോ വഴിപാടോ ആസ് യൂഷ്വൽ ഞാൻ ചെയ്യുന്നത് ഒന്നുമല്ല. ഒരു ശിവരാത്രി മാഹാത്മ്യത്തിൻ്റെ കഥയാണ് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരുന്നത്. ഈ അറിവ് എനിക്ക് പകർന്നു തന്നത് സംഗീതത്തിൽ എൻ്റെ ഗുരു ശ്രീ നിലമ്പൂർ സുനിൽകുമാർ മാഷ് അവർകളാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയ്ക്കുള്ളിലേക്ക് പോവുകയാണ്. പൂജാ ചടങ്ങുകൾ ഒന്നും തന്നെ അറിയാത്ത ഒരാൾ ചെയ്ത കാര്യമാണിത്. പൂജാവിധികളെക്കുറിച്ചൊന്നും അറിയാത്ത ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു. ആ കാട്ടാളൻ്റെ പേര് ഗുരുദ്രോഹൻ എന്നായിരുന്നു. ഒരിക്കൽ ഈ കാട്ടാളൻ തൻ്റെ ഇരയെ പിടിക്കാനായിട്ട് അമ്പും വില്ലും എടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ താവളമടിച്ചിട്ടിരുന്നു. ഒത്തിരി നേരം കാത്തിരിക്കണമെന്നതിനാൽ അദ്ദേഹം കുടിക്കാനായിട്ട് വെള്ളം ഒരു പാത്രത്തിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉന്നം നോക്കിയിരുന്നപ്പോൾ അടുത്തുള്ള അരുവിയിൽ വെള്ളം കുടിക്കാനായിട്ട് ഒരു പുള്ളിമാൻ വന്നു. അദ്ദേഹം ഉന്നം വച്ച് പുള്ളിമാനെ എയ്തപ്പോൾ പുള്ളിമാൻ അത് കൊണ്ടില്ല. ആ സമയത്ത് മരത്തിന് മുകളിൽ നിന്ന് അദ്ദേഹം അമ്പെയ്തല്ലോ. അപ്പോൾ അത് കുലുങ്ങിയിട്ട് കാട്ടാളൻ കുടിക്കാൻ വച്ചിരുന്ന വെള്ളത്തിൽ നിന്ന് കുറച്ച് വെള്ളത്തുള്ളികൾ താഴേക്ക് പതിച്ചു. അദ്ദേഹം വീണ്ടും വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞ് കൂരമാൻ എന്നൊരു മാൻ വന്നു. അദ്ദേഹം അപ്പോഴും അമ്പെയ്യാൻ നോക്കി. അപ്പോഴും അമ്പെയ്തെങ്കിലും അതും തട്ടിയില്ല. ആ മാനും രക്ഷപ്പെട്ടു പോയി. എന്നാൽ ആ സമയത്തും മരം കുലുങ്ങി കയ്യിലുള്ള പാത്രത്തിലെ വെള്ളത്തിൽ നിന്നും അല്പം വീണ്ടും താഴേക്ക് വീണു. പിന്നെ അടുത്ത യാമം വന്നപ്പോൾ
മറ്റൊരു മൃഗമായ പന്നിയാണ് വന്നത്. അദ്ദേഹം കരുതി പന്നിയെങ്കിൽ പന്നിയെന്ന്. അദ്ദേഹം അതിനെയും അമ്പെയ്യാൻ നോക്കി. അപ്പോൾ സമയം 3-ാം യാമമാണ്. 1-ാം യാമം കഴിഞ്ഞു, 2-ാം യാമം കഴിഞ്ഞു, 3-ാം യാമവുമായി. അപ്പോഴും അമ്പ് പിഴച്ചിട്ട് അമ്പെയ്യലിൻ്റെ കുലുക്കം അതിൻ്റെ ശക്തി കൊണ്ട് വെള്ളത്തുള്ളി വീണ്ടും താഴേക്ക് വീഴുകയും ചെയ്തു. അദ്ദേഹത്തിന് ഇരയെ കിട്ടിയില്ല. അപ്പോഴും അദ്ദേഹം ഉറക്കമൊഴിച്ചിരിക്കുകയാണ്. 4-ാം യാമമായി. 4-ാം യാമത്തിലും ഇതുപോലെ മറ്റൊരു ജീവി വന്നത്രേ. അതിനെയെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട്, അത് വന്നത് ഒരു മുള്ളൻ പന്നി എന്നാണ് പറയുന്നത്. അദ്ദേഹം അതിന് നേരെ അമ്പെയ്തു. പക്ഷേ അതും ലക്ഷ്യത്തിൽ കൊണ്ടില്ല. അപ്പോഴും അദ്ദേഹം കുടിക്കാൻ വച്ച പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം താഴേക്ക് വീണു. പെട്ടെന്നാണ് പ്രതീക്ഷിക്കാത്ത ഒരത്ഭുതം അവിടെ സംഭവിച്ചത്. ആ മരത്തിൻ്റെ തൊട്ട് താഴെ ഒരു ശിവലിംഗമുണ്ടായിരുന്നു. ആ കാട്ടാളന് ശിവലിംഗത്തിനെക്കുറിച്ചോ പൂജകളെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു പാവം മനുഷ്യനായിരുന്നു. അന്ന് ഒരു ശിവരാത്രിയായിരുന്നു. അതുകൂടെ ആ പാവത്തിന് അറിയില്ലായിരുന്നു. ആ അത്ഭുതം എന്താച്ചാൽ ശിവഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. 4 യാമത്തിലും കൃത്യമായും ഭഗവാന് ഉറക്കമൊഴിച്ചിരുന്ന് ഭഗവാന്റെ ശിവലിംഗത്തിൽ ജലാഭിഷേകം നടത്താൻ ആ കാട്ടാളന് സാധിച്ചതിനാലെയാണ് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെ ഭഗവാൻ അവനിൽ പ്രീതനായി ഗുരുവിന് ദ്രോഹം ചെയ്യുന്നവൻ ഗുരുദ്രോഹൻ എന്ന് അവൻ്റെ പേര് മാറ്റി അവന് വലിയ പണ്ഡിതനായ ഗുഹനാക്കി മാറ്റി എന്നാണ് പറയുന്നത്. വളരെ പ്രസക്തമായ ഒരു ശിവരാത്രി മഹാത്മ്യത്തിൻ്റെ കഥയാണിത്. ഈ 4 മൂർത്തികളെയും ശിവരാത്രി ദിവസം പ്രത്യക്ഷപ്പെടുത്തണം എന്നാണ്. ഈശാനമൂർത്തി, അഘോരമൂർത്തി, വാമദേവമൂർത്തി, സത്യോദാജമൂർത്തി. മേ ബി ഞാൻ പറഞ്ഞ ഈ കഥ ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അറിയാമായിരിക്കും. എങ്കിലും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർ ഒരുപാട് പേരുണ്ടാവും. ഇത് പറയുന്നത് മാഷ് പറഞ്ഞു തരുന്നത് വരെ എനിക്കും ഈ കഥ അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ്. ശിവരാത്രി എന്ന ഇന്നത്തെ ദിവസം ആരും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.